ഹായ്. അപ്പോൾ മാർക്കോ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ തിയേറ്ററിൽ നാളെ രാവിലെ 10 മണിക്കാണ് എല്ലാ സ്ഥലത്തും ഷോ വരുന്നത്. 10:30 ഷോയ്ക്കാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. അനീഫ് അദനിയുടെ മിക്കായൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു സ്പിൻ ഓഫ് മൂവിയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഒരു വില്ലൻ കഥാപാത്രമായ മാർക്കോ ജൂനിയർ, ആ ഒരു സിനിമയിലും മാർക്കോ ജൂനിയർ വില്ലൻ കഥാപാത്രമായിരുന്നു. അപ്പോൾ മാർക്കോ പീറ്റർ ആണ് ഈ ഒരു സിനിമയിൽ വരുന്നത്. അപ്പോൾ സിദ്ദിഖൊക്കെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുധീർ നായരുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ സിനിമയിലും ആ സിനിമയിലുള്ള ആൾക്കാർ സിനിമയിലുണ്ട്. കാസ്റ്റിംഗ് ലിസ്റ്റിൽ ഒരു സ്ഥലത്ത് എവിടെയൊന്നും വിക്കിപീഡിയയിലാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടു. പിന്നെ നമ്മുടെ മിഖായലിന്റെ പേരുമുണ്ട്, അതായത് നിവിൻ പോളിയുടെ പേരുമുണ്ട്. നിവിൻ പോളി കൂടി വരികയാണെങ്കിൽ പൊളിക്കും കേട്ടോ. എൻ്റെ പ്രതീക്ഷ എന്താണെന്ന് പറഞ്ഞാൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു ടൈലന്റ് ഉണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊരു വോയിസ് നോട്ട് വന്നു. എന്താണെന്ന് വെച്ചാൽ പിന്നെ മാർക്കയുടെ പ്രൊഡക്ഷൻ ടീം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് തിയേറ്ററോട് പറഞ്ഞൊരു കാര്യമാണ്. ആ ഒരു വോയിസ് ഒന്ന് നമുക്കൊന്ന് കേൾക്കാം. വോയിസ് റെക്കോർഡ് ഒന്ന് നമുക്കൊന്ന് കേൾക്കാം. എല്ലാ തിയേറ്ററിനും ഇൻഫർമേഷൻ കൊടുക്കണം, ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. എല്ലാ തിയേറ്ററിനും പ്രത്യേകം പറയണം, സിനിമ കഴിഞ്ഞ് ഡയറക്ടഡ് ബൈ പ്രൊഡ്യൂസർ ബൈ ഇത് കഴിച്ച് പിന്നെ പാട്ട് വരും. പാട്ടില് റോളിംഗ് ക്രെഡിറ്റ്സ് പോകുമ്പോൾ ലൈറ്റ് ഓൺ ചെയ്യരുത്. സിനിമ അവിടെ കഴിയുന്നില്ല. അത് കഴിഞ്ഞ് റോളിംഗ് ക്രെഡിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനമാണ് വീണ്ടും ചെറിയൊരു ടൈലന്റ് വരുന്നുണ്ട് സിനിമയിൽ. അപ്പോൾ അത് നമ്മളെ ഹോളിവുഡ് സിനിമകള് മറ്റേ മാർവലിലൊക്കെ വരുന്ന പോലെ അവസാനമാണ് ടൈലന്റ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രത്യേകം പറയണം, ഈ ഡയറക്ടഡ് ബൈ പ്രൊഡ്യൂസർ ബൈ കഴിഞ്ഞ് ഈ പാട്ട് റോളിംഗ് ക്രെഡിറ്റ്സ് വരുന്ന പാട്ടില് ലൈറ്റ് ഓൺ ചെയ്യരുത്. കാരണം അപ്പൊ ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പടം തീർന്നത് വിചാരിക്കും. അത് കഴിഞ്ഞ് അവസാനം ഒരു ചെറിയ ടൈലന്റ് കൂടി ഉണ്ട്. അപ്പൊ അത് കൂടി കഴിഞ്ഞാൽ തിയേറ്ററിൽ ലൈറ്റ് ഓൺ ആക്കാൻ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആൾക്കാർ എഴുന്നേറ്റ് പോകണ്ട. ഇതെല്ലാ തിയേറ്റേഴ്സിനും, എല്ലാ തിയേറ്റർ റെപ്പർമാർക്കും, എല്ലാ ടെറിട്ടറി മാനേജേഴ്സിനും എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ഇന്ന് തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുക്കണേ. അപ്പോൾ ഒരു ടൈലന്റ് കൂടി ഉണ്ട്. അപ്പോൾ ടൈലറ്റിൽ മിക്കവാറും നമ്മുടെ മിഖായൽ കയറി വരുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. എന്തായാലും സിനിമ കഴിഞ്ഞാലും പേര് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം, ആ ടൈലന്റ് കൂടി കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അതുകൂടി എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും സിനിമയുടെ ദൈർഘ്യം വരുന്നത് ഇതിലിപ്പോൾ പറയുന്നത് 2 മണിക്കൂറും 25 മിനിറ്റും ആണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. അപ്പം നാളെ അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. 18+ മൂവിയാണ്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് മാർക്കോ എന്ന സിനിമയ്ക്ക് ടിക്കറ്റ് നൽകുന്നതല്ല എന്നൊരു സംഭവം കൂടി വന്നിട്ടുണ്ട്. അത് സത്യം പറയുകയാണെങ്കിൽ മാർക്കോക്ക് മാത്രമല്ല, 18 അതായത് 18+ മൂവീസിന് 18 വയസ്സിന് താഴെയുള്ള ആർക്കും ടിക്കറ്റ് കൊടുക്കാറില്ല പല സ്ഥലങ്ങളിലും. ചില സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾ വരുന്ന കഴിഞ്ഞാൽ അവരുടെ ID കാർഡ് ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ സംശയം തോന്നിക്കഴിഞ്ഞാൽ ID കാർഡ് ചോദിക്കാറുള്ളതാണ് 18+ മൂവി ആണെങ്കിൽ. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്നില്ല. പക്ഷെ എന്നാലും ഇതിൽ വയലൻസ്, ഭയങ്കരമായിട്ട് ബ്രൂട്ടലായിട്ടുള്ള വയലൻസ് സീനുകൾ ഉണ്ട് എന്നാണ് പിന്നെ ഇവരെല്ലാവരും അവകാശപ്പെടുന്നത്. എന്നാലും നമുക്ക് നാളെ തന്നെ കണ്ടറിയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളത്. എത്രത്തോളം ഇതിൻ്റെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് പോസ്റ്ററുകൾ വന്നിട്ടുണ്ട്. ആ പോസ്റ്ററിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെ മികച്ച രീതിയിലുള്ള പോസ്റ്റർ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ ടീസർ വന്നു. ടീസറിൽ ആ രവി ബാസുവിന്റെ ആ മ്യൂസിക് കാര്യങ്ങളൊക്കെ കിടിലനായിരുന്നു. പിന്നെ ഒരു പാട്ട് വന്നു. ആ പാട്ട് വന്ന സമയത്ത് പിന്നെ ചെറിയൊരു വിവാദങ്ങളൊക്കെ വന്നുവെങ്കിലും കിടിലൻ തന്നെയായിരുന്നു അതെന്നുള്ളത്. പോസ്റ്ററുകളായിരുന്നു കേട്ടോ, കിടിലായിരുന്നു. എല്ലാ പോസ്റ്ററുകളും ഒന്നിനൊന്ന് മെച്ചമുള്ള പോസ്റ്ററുകളായിരുന്നു മൊത്തത്തിൽ വന്നിട്ടുള്ളത്. അതിനെ വലിയൊരു എന്താ പറയുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രെയിലർ അവർ ഇറക്കിയിട്ടില്ല. നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അവർ പിന്നെ എന്താ പറയുക തീരെ ട്രെയിലർ ഇറക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ടീസർ മാത്രം, പിന്നെ ആ ഒരു പാട്ടും പിന്നെ പോസ്റ്ററുകളും ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. ഭയങ്കര ഹൈപ്പിലാണ് വരുന്നത് ഈ സിനിമ എന്നുള്ളത്. ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു സിനിമ തന്നെയാണ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ. എവിടെ എന്താവുന്നുള്ള ഒരു എന്താ പറയുക, ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഈ അടുത്ത് ഹൈപ്പിൽ വന്ന സിനിമകൾ മൊത്തം മൂക്കുകുത്തി താഴെ വീണ ചരിത്രമാണുള്ളത്. ഈ അടുത്ത് വന്ന എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് നേരെ തിരിച്ച് സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും നല്ലൊരു വിജയമാകട്ടെ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ. ഞാൻ എന്തായാലും രാവിലെ 10:30 ഷോ കാണുന്നുണ്ട്. 11:30, 12, 1 മണി, 2 മണിക്കുള്ളിൽ തന്നെ എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് പങ്കുവെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.